ഞാൻ ഈ ദുരുപദേശങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് കൊണ്ട് ചിലരൊക്കെ ഇവനാരെയും കുറ്റം പറയാനിരിക്കുക, ഇവനിത് വേറെ പണിയൊന്നുമില്ല, ഇവൻ്റെ പരിപാടി ഓരോരുത്തരും കുറ്റം പറയുക എന്നുള്ളത്. എൻ്റെ പൊന്നു ശ്രോതാക്കളെ ഞാൻ പറയാം, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ച് ഒരാശയം, ഈ വാക്കുകളല്ല ഈ ആശയം പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങളോടും ചോദിക്കുക. നിങ്ങളോടൊന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഈ മറ്റുള്ളവരുടെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണെന്നുള്ള ധാരണയുള്ളവരോട് ചോദിക്കുക. ഏകദേശം 1000 മീനുകളുള്ള ഒരു കുളത്തിൽ നിങ്ങളൊരു 3-4 പേര് ചൂണ്ടയിടാൻ പോയി. അതിൽ താങ്കൾക്ക് കുറേ മീൻ കിട്ടി, ഒരു 10-25 മീൻ കിട്ടി. അത് കൂടയ്ക്കകത്തിരിക്കുക. താങ്കളുടെ ചൂണ്ടയോടെ ചേർത്ത് മറ്റു ചിലർ വന്ന് ചൂണ്ടയിട്ട് പടപടാന്ന് മീൻ പിടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിഷമം തോന്നുമോ? തോന്നത്തില്ല. ഇനി പോട്ടെ, ചൂണ്ടയിടത് കഴിഞ്ഞ് നിങ്ങൾ പോരുമ്പോൾ നിങ്ങളുടെ പാത്രത്തിനകത്ത് വെറും 20 മീനേ ഉള്ളൂ. പക്ഷേ കുളത്തിനകത്ത് 1000 മീൻ കിടക്കുക, അത് നിങ്ങൾക്ക് കിട്ടിയില്ല. ഈ കുളത്തിനകത്ത് ശേഷിച്ച് കിടക്കുന്ന മീൻ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ള വിഷമം നിങ്ങൾക്ക് ഉണ്ടാകുമോ? ഉണ്ടാകില്ല. അത് നാളെയാണെങ്കിൽ ചെന്ന് പിടിക്കാം. പക്ഷേ നിങ്ങളുടെ കൂടയ്ക്കകത്തുനിന്ന് ഈ 20 മീനിനകത്തുനിന്ന് ഒരു 10 ഞാനോ മറ്റൊരാൾ എടുത്തുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് എന്നാ തോന്നും? വിഷമം തോന്നുക. അപ്പോൾ ഞാൻ ചോദിക്കുന്ന സുഹൃത്തെ, 1000 മീനുകൾ നിങ്ങൾക്ക് മിസ്സായി കിട്ടാതെ പോയല്ലോ, അതിനകത്ത് നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല അല്ലേ? വിഷമമില്ല. പക്ഷേ നിങ്ങളുടെ കൂടയ്ക്കകത്തുനിന്ന് 10 ഞാൻ എടുത്തപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടായോ? ഉണ്ടായി. എന്നാൽ വേറിട്ട ചിന്തയെ ഈ കുറ്റം പറഞ്ഞ് പഴിക്കുന്നവരോട് ഞാൻ പ്രാരംഭത്തിലൊന്ന് പറയട്ടെ. 1000 ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് മീനുകൾ കർത്താവിനെ അറിയാതെ രക്ഷിക്കപ്പെടാതെ ഈ ലോകമാവുന്ന കുളത്തിൽ കിടപ്പുണ്ട്. പക്ഷേ രക്ഷയുടെ വചനം പറഞ്ഞ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ വചനപ്രകാരം രക്ഷിക്കപ്പെട്ടു വന്ന് കിടക്കുന്ന കൂടയ്ക്കകത്ത് കിടക്കുന്നവനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ വിഷമമുണ്ട് സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് ഇത് കൂടയ്ക്കകത്തുനിന്ന് വല്ലവരും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരു തടയിടാനാണ് ഈ സഹോദരനെ ദൈവം ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ വെള്ളത്തിൽ നിന്ന് പിടിച്ചോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പിടിച്ചു കൂട്ടിക്കോ, ഇഷ്ടംപോലെ പിടിച്ചു കൂട്ടിക്കോ. പക്ഷേ അതിന് കൂടയ്ക്കകത്ത് നിന്ന് കവർന്നു കൊണ്ട് പോകാതെ നോക്കി. അതിനാണ് സത്യോപദേശം കൊടുക്കുന്നത്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. അപ്പോൾ ഈ സഹോദരൻ കുറ്റം പറയാനല്ല, ആര് ദുരുപദേശം പറഞ്ഞാലും വചനത്തിന് വിരുദ്ധമാണെങ്കിൽ വേറിട്ട ചിന്ത അവിടെ വന്നിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിഷയങ്ങളിലേക്ക് കിടക്കാം. തൻ്റെ വിശുദ്ധന്മാരെ ചേർപ്പാനായി വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഒരു സ്നേഹവന്ദനം അറിയിക്കുന്നതോടൊപ്പം ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു. 2025 എല്ലാ ദിവസങ്ങളും ക്രിസ്തുവിലുള്ള സമാധാനവും ദൈവത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും അനുഭവിക്കുന്ന ദിനങ്ങൾ ആയിത്തീരുന്നതോടൊപ്പം തന്നെ സ്വർഗീയ കരുതലുകളെ പ്രാപിക്കുന്ന നിമിഷങ്ങളും കൂടെ ആയിത്തീരട്ടെ എന്ന് പ്രാരംഭത്തിൽ തന്നെ എൻ്റെ ശ്രോതാക്കൾക്ക് ഞാൻ ഒരാശംസ നേരുന്നു. വേറിട്ട ചിന്തയുടെ 117ാമത്തെ ഈ എപ്പിസോഡ് ഒരു വ്യത്യസ്തമായ നിലയിൽ ആയിരിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കാരണം തൃത്വത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നാനാവിധ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ചിലരിലേക്ക് എത്തിച്ചേർന്ന ഒരു പഠന ക്ലാസ്, നെയ്യാറ്റിൻകരയിൽ നിന്ന് പോൾ രാജ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ ഞാൻ ചില വീഡിയോകളൊക്കെ ശ്രദ്ധിക്കുകയുണ്ടായി. എൻ്റെ ശ്രോതാക്കളിൽ ചിലരൊക്കെ എനിക്കതിൻ്റെ ലിങ്കുകൾ അയച്ചു തരികയും അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അദ്ദേഹത്തെ ഫോൺ കോൾ ചെയ്ത് ചില സംശയങ്ങൾ ചോദിച്ചു. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. കാരണം എന്നെ ധാരാളം ആളുകൾ വിളിക്കുന്നുണ്ടെങ്കിൽ ആരുടെയും കോൾ ഞാൻ റെക്കോർഡ് ചെയ്യാറില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കോൾ എനിക്ക് റെക്കോർഡ് ചെയ്യേണ്ടതായ ആവശ്യം വന്നു. കാരണം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി തരുന്നത് നല്ലതാണെങ്കിൽ എനിക്കത് പഠിക്കുവാൻ, ആവർത്തിച്ച് കേട്ട് പഠിക്കാൻ ഉപകരിക്കും. ലക്ഷ്യമൊന്ന് അതായിരുന്നു. അതല്ല, തിരുവചനത്തിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലിന് വിധേയമായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി ആ വചനത്തിൻ്റെ വ്യക്തത ലഭിക്കപ്പെടേണ്ടതിനുമാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി പറയുന്നു, പ്രിയ സഹോദരൻ പോൾ രാജ്, അദ്ദേഹത്തെ ഞാൻ 4 പ്രാവശ്യം വിളിച്ചു. അതിൽ 3ാമത്തെ പ്രാവശ്യത്തെ അതിലൊരു കോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയാതെ പോയി.
അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം തരുന്ന മറുപടികൾ വളരെ വിചിത്രമാണ്. അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് യേശു തന്നെയാണ് യഹോവ, യേശു തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ അതിന് അദ്ദേഹം എനിക്ക് തന്ന ഒരു വിശദീകരണം ക്രിസ്തു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്നാണ്. ഈ വീഡിയോയിൽ ഞാൻ അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണവും അതിൻ്റെ ചില വിശദീകരണങ്ങൾ തരുമ്പോൾ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകളിലും ഇദ്ദേഹം പഠിപ്പിക്കുന്ന ആശയവും തിരുവചനത്തിൽ എന്താണ് പരിശുദ്ധാത്മാവ് അതിൽ നിന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വചനത്തിലൂടെയുള്ളൊരു പഠനമാണ് ഞാൻ ഇതിനകത്ത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തൃത്വത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ആരിലെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അന്ത്യം വരണം. അതിന് വ്യക്തമായ ചില പഠനങ്ങൾ വചനത്തിലൂടെ അല്ല, ഈ വിഷയത്തെക്കുറിച്ച് ആർക്ക് വേണമെങ്കിലും സംശയം ചോദിക്കാം. കാരണം ഞാൻ സമൂഹത്തിലേക്ക് ഒരു ആശയം കൊടുക്കുമ്പോൾ അതിൻ്റെ ശ്രോതാക്കളിൽ സംശയം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ സംശയത്തെ സ്വീകരിച്ചുകൊണ്ട് തന്നെ, അവരുടെ ചോദ്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് തന്നെ അവർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് ഇവിടെ പഠിപ്പിക്കുന്നവരുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. ശരി, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ കേട്ട് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്കുണ്ടായ സംശയങ്ങളെ ചോദിച്ചത്. ആദ്യമായിട്ട് നമുക്ക് അദ്ദേഹവുമായിട്ട് എൻ്റെ പ്രാരംഭ സംഭാഷണം ഒന്ന് കേൾക്കാം. അതിൽ നിന്ന് താൻ തരുന്ന മറുപടി വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ബ്രദർ പോൾ രാജ് അല്ലയോ? അതെ. ഓക്കെ, നെയ്യാറ്റിൻകര അല്ലേ? അതെ. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സുകൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ആർട്ടൊക്കെ വെച്ചുകൊണ്ടുള്ളതേ. ക്ലാസ് നിങ്ങൾ വാക്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ വെക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ കൊരിന്ത്യ ലേഖനത്തിൽ വന്നപ്പോൾ ഒരു ചെറിയ സംശയമുണ്ട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടേ. ഞാൻ ചോദിച്ചോട്ടെ? ഞാൻ പറഞ്ഞ കാര്യമാണോ? എനിക്കറിയില്ല. ദൈവമായിട്ട് പറയുന്നുണ്ട് ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ വിഷയങ്ങളോടുള്ള കാര്യം അതിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ് വരുന്നത്. നിങ്ങൾ പറഞ്ഞത് പിതാവ് തന്നെ, യേശു തന്നെയാണ് യഹോവ, യേശു തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നാണ് നിങ്ങളുടെ ക്ലാസ്. നിങ്ങൾ ചാർട്ട് വെച്ച് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ആ വചനം കേട്ടായിരുന്നോ? ഞാൻ കേട്ടായിരുന്നു. ആ കേട്ട വചനപ്രകാരം അത് ഒന്ന് തന്നെന്ന് തോന്നുന്നു, വേറൊരു വചനപ്രകാരം എനിക്കിപ്പോ ഒരു ആശയക്കുഴപ്പം ആയിരിക്കുകയാണ്. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്റെ സംശയം ഞാൻ പറയാം. കൊരിന്ത്യർക്കെതിരെ ലേഖനം. ഒരു മിനിറ്റ്. ദൈവത്തിന്റെ രീതി അങ്ങനെ. യേശു നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, യേശു ജയിക്കുന്നവനെ ഞാനും ജയിച്ച് എന്നോട് കൂടെ ഇരുത്താൻ വരുന്നത്. അപ്പൊ ഇവിടെ ജയിക്കുന്ന ഒരു സാധാ വിശ്വാസിയോ അവിശ്വാസിയോ വായിച്ചാൽ ജയിക്കുന്ന തരത്തിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിനെ അയക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടായെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന തരത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ശരി മനസ്സിലാക്കാം. ഞാൻ സംശയം ചോദിച്ചില്ലല്ലോ, സംശയം ചോദിക്കട്ടെ ആദ്യം. ഞാനിതെല്ലാം പഠിച്ചിരുന്ന വ്യക്തി തന്നെയാണ്. അങ്ങനെ ഞാൻ സംസാരിക്കാൻ അവസരം എന്താ? അതല്ല ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഞാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടാണ്, അതിനിടയിലും ബ്രദർ കയറി സംസാരിക്കുന്നത്. ഞാൻ 1 മിനിറ്റ് പോലും എടുത്തില്ല അത്രയും പറയാൻ. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ആദ്യം ഒരാൾ വിളിക്കുന്ന ആൾക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ള ആഗ്രഹിക്കുന്നത്. സാരമില്ല, കുഴപ്പമില്ല, ഞാൻ അത് മനസ്സിലാക്കി. നമ്മൾ സംസാരിച്ചല്ലേ ഒരിക്കൽ, അത് ബാക്കിയല്ലേ ബ്രദർ അന്ന് പറഞ്ഞ് അടിമാലി എന്നാണ് വിളിക്കുന്നത്. ഇന്നിപ്പോ 200 ഏക്കർ എന്ന് പറഞ്ഞു. ഈ വ്യത്യാസമുള്ള ആളൊന്ന് തന്നെ, ആശയം ഒന്ന് തന്നെ, ഉദ്ദേശം ഒന്ന് തന്നെ. പറഞ്ഞോളൂ, അതെനിക്ക് മനസ്സിലാവും. ദൈവം സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഇതിനകത്ത് ഈ പുത്രനും ദൈവവും ആരാണെന്നൊന്ന് പറഞ്ഞുതരാമോ? പുത്രൻ എന്ന് പറയുന്നത് ദൈവവചനത്തെ അനുസരിക്കുന്നവൻ, പിതാവ് എന്ന് പറയുന്നവൻ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നവൻ ആ വചനത്തെ നൽകുന്ന. അപ്പൊ അത് രണ്ടും ഒരാൾ തന്നെയാണോ? അത് രണ്ടാളാണോ? അനുസരിക്കുന്നത് നമ്മളാണല്ലോ. നമ്മള് ആത്മാവാണ്. ഒരു ബ്രദറിന്റെ ചോദ്യം കഴിഞ്ഞല്ലോ. ഇനി എന്റെ മറുപടിക്കിടയിൽ ബ്രദറിന് ചോദിക്കാം, മറുപടി കഴിഞ്ഞ ശേഷം. ഓക്കെ. ഈ പുത്രൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനം ദൈവാത്മാവിനാൽ വഴി നടത്തി ദൈവവചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവനാണ് ആ വചനം നൽകിയവന് പുത്രനും. ഈ ദൈവാത്മാവിനാൽ വചനം അനുസരിക്കുന്ന അവനും മാത്രമാണ് ദൈവം പിതാവും. കാരണം ഇവർക്കിടയിൽ ഒരു ലിങ്ക് ഉണ്ട്. ഈ പുത്രൻ എന്ന് ദൈവം കണക്കിടുന്നു. ലോകം പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നില്ല. പുത്രൻ എന്ന് ദൈവം കണക്കിടുന്ന വ്യക്തിയെ ദൈവം തന്റെ ആത്മാവിനെ അയച്ചു കൊടുത്തു. ഒരു കൂട്ടം 100 പേര് നിൽക്കുന്നെങ്കിൽ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മക്കളും അവകാശപ്പെടും. ദൈവാത്മാവ് വഴി നടത്തും എന്ന് പറഞ്ഞാൽ നമുക്കിനി പ്രാപിക്കാനൊന്നും പറ്റില്ല. ദൈവം.
ഹലോ, അങ്ങനെ അപ്പോ നിൽക്കണം. ഇടയ്ക്ക് മുറിഞ്ഞ് ഇടയ്ക്ക് കേൾക്കാതെ ദൈവാത്മാവ് പോയാൽ വഴി നടത്തുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന്റെ പുത്രനെന്നും ആ വചനം നൽകിയവനും ആത്മാവ് നൽകിയവനും പിതാവ്. അപ്പൊ ഇത് രണ്ടും രണ്ട് വ്യക്തി തന്നെയാണ്. ഓക്കെ, രണ്ട് വ്യക്തി. അപ്പൊ ഈ പുത്രൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ദൈവവചനം അനുസരിക്കുന്നവരെല്ലാം ഈ പുത്രന്റെ ലിസ്റ്റിൽ പെടുവോ? ദൈവാത്മാവിനാൽ ദൈവവചനം അനുസരിക്കുന്നവരെല്ലാം വെളിപ്പാടിൽ ആണെങ്കിൽ അവർ പുത്രനായിട്ട് ദൈവം കണക്കിടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പുത്രൻ താനും സകലവും കീഴാക്കി കൊടുത്തത്. അപ്പൊ ഈ എല്ലാ പുത്രന്മാർക്കും എന്താ ഈ കീഴാക്കി കൊടുത്തത്? അവിടെ ദൈവവചനം അനുസരിക്കുന്ന, ആത്മാവിൽ വചനം പഠിച്ചനുസരിക്കുന്ന എല്ലാവർക്കും കീഴടക്കി കൊടുത്തത് എന്തായിരിക്കാൻ സാധ്യത? യേശു ഇവിടെ വന്ന് നമുക്ക് കാണിച്ചെന്ന മാതൃകയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ആ കീഴാക്കി തന്നതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. വിശ്വസിക്കുന്നതാണ് നമുക്കെന്ന് പറയുമ്പോൾ അവിടെയാണ് തെറ്റ് വരുന്നത്. ആ വചനം വിശ്വസിച്ച് ദൈവാത്മാവിനാൽ നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷെ പറ്റുന്നില്ലെങ്കിൽ അവിശ്വാസമായിരിക്കാം, അല്ലെങ്കിൽ എന്റെ ചോദ്യവും മറുപടിയായിട്ട് ബന്ധം വരുന്നില്ലല്ലോ. എന്റെ ചോദ്യവും മറുപടിയുമായിട്ട് ബന്ധം വരുന്നത് ഇതിനകത്ത് പുത്രൻ ആരാണെന്ന് എന്റെ ചോദ്യം. ദൈവാത്മാവിനാൽ വഴി, റോമർ 8:14 പറയുന്നത് ദൈവാത്മാവ് വഴി നടത്തുന്ന എവരും ദൈവത്തിന്റെ മക്കൾ, പുത്രൻ. ഇതാണ് എന്റെ ആൻസർ അന്നും ഇന്നും. ഇനി അതിന്റെ വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്. വ്യക്തമായി ഇവിടെ പറയുന്നത് ദൈവാത്മാവിൽ വഴി നടത്തപ്പെടുന്ന പുത്രന്മാരാണ്. അവർക്ക് കീഴാക്കി, അവരെല്ലാവരും ഈ കീഴാക്കി കൊടുത്ത ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നതാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അത് വ്യക്തമായി, ആ മറുപടി വ്യക്തമായി. അടുത്തത് എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, പിതാവ് പറയാണ്, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞത്. ഇതിനകത്ത് ഈ പിതാവ് പുത്രനോടോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് ആരെയായിരിക്കും? ദൈവവചനം അനുസരിക്കാൻ, ദൈവാത്മാവിനാൽ വഴി നടത്തപ്പെട്ട് ദൈവവചനം അനുസരിക്കുന്ന വ്യക്തി എന്നല്ലാണ്. എല്ലാവർക്കും സിംഹാസനം ഉണ്ട് അവിടെ അല്ലേ? സിംഹാസനം പുത്രനെന്നാണ് പറഞ്ഞത്. പുത്രനോടോ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ ദൈവാത്മാവിനാൽ വഴി നടത്തപ്പെടുന്ന പുത്രന്മാരുടെ കാര്യമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. അത് സിംഹാസനം ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. പുത്രന് സിംഹാസനം ഉണ്ടെന്നാണ്. ദൈവമേ നിനക്ക് എന്നാണോ? അത് ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാണ്? ഈ ദൈവാത്മാവിൽ വഴി നടത്തപ്പെടുന്ന എല്ലാവരെയും പിതാവാം ദൈവമേ എന്ന് വിളിക്കുമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇനി അങ്ങനെയാണെന്ന് ഞാൻ സമ്മതിച്ചതാ നിങ്ങൾ ഒട്ടും അംഗീകരിക്കില്ല. മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 3:21-22 വായിച്ചാൽ, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ ഇരുത്താൻ വരം നൽകും. നിങ്ങളുടെ ഉത്തരം ക്ലിയറാ, അതെനിക്ക് മനസ്സിലായി. ജയിക്കുന്നവനെല്ലാം ദൈവപുത്രന്മാരാണ്. പക്ഷെ ആ ദൈവപുത്രനെ പിതാവാം ദൈവമേ എന്ന് വിളിക്കുമെന്ന് എന്റെ ചോദ്യം. എന്ന് നിങ്ങൾ ചോദിച്ചില്ല, ഞാനിപ്പോ ചോദിക്കുക. അങ്ങനെ ചോദിച്ചു. അതാ ചോദിച്ചേ. ഈ പിതാവ് വിളിക്കുകയാണ് പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം. അപ്പൊ ഈ പിതാവാം ദൈവം, യഹോവയാം ദൈവം വചനം ആത്മാവിൽ പഠിച്ച് വചനപ്രകാരം ജീവിക്കുന്ന ആത്മാവിൽ നടത്തപ്പെടുന്ന എല്ലാവരെയും ദൈവമേ എന്നാണ് വിളിക്കുന്നത്. ദേവന്മാരെന്ന് വിളിച്ചിരുന്നില്ലയോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. ദേവന്മാരെ ആരായിട്ടാണ് കാണുന്നത്? ഓക്കെ, അപ്പൊ അവിടെ നിങ്ങളുടെ ഉത്തരം വ്യക്തമായി. ഒന്നും കൂടെ പറയാം, ഞാനീ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നെ തിരുത്തണം. അതായത് ദൈവാത്മാവിൽ വഴി നടത്തപ്പെടുന്ന എല്ലാവരെയും യഹോവ ദൈവമേ എന്ന് വിളിക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്, ശരിയല്ലേ? ദേവന്മാരെന്ന് വിളിക്കും എന്നാണ്, അതാണ് ശരി. ഇവിടെ ദൈവമേ എന്ന് എന്റെ വായിൽ നിന്ന് വരുന്നതിനെ എവിടെയോ കേൾപ്പിക്കാനും സംസാരിക്കാനുള്ള വെമ്പൽ കൊണ്ടാണ്. നിങ്ങൾ തുടക്കം മുതലേ നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ നിരൂപണങ്ങൾ, നിങ്ങളുടെ ഉദ്ദേശവും ശരിയല്ല. ചില ശരിയായ സത്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് അതിനെ മാറ്റി വെച്ചിട്ട് വിമർശനാത്മകമായി നിങ്ങൾ വേറെ പറയും. അതുകൊണ്ട് ചില സത്യങ്ങൾ ഞാൻ നിങ്ങൾ പറയുന്നത്, മരണത്തിന് മുമ്പ് നിങ്ങൾ ചിലത് അറിയണം. അതിനാണ് ദൈവം. എന്റെ നിരൂപണം എന്തുമാകട്ടെ, പക്ഷെ എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്റെ സംശയങ്ങൾ, എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തരുന്നുണ്ട്, മറുപടി തരുന്നുണ്ട്. പറ്റും. പക്ഷേ എനിക്ക് നിങ്ങൾ ഇപ്പൊ ആയിരിക്കുന്ന തല ഏതെന്ന് എനിക്കറിയാം. കാര്യം ഞാൻ അവിടെ കഴിഞ്ഞ് വന്നു. അതുകൊണ്ട് പറയാണ്, അന്ന് ഞാൻ ഇതെല്ലാം 2-നും 3-നും തരത്തിലുള്ള, ഇനി വ്യക്തമായിട്ടുള്ള വചനം ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ മറ്റൊരു കാര്യസ്ഥനെ അയക്കും. കണ്ടോ, 3-രില്ലേ? അടുത്തു, ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരികയില്ല. കണ്ടോ, പരിശുദ്ധാത്മാവ് അത് ഞാൻ പിതാവിനോട് വാങ്ങും. കണ്ടോ, എന്നെ അയച്ചവൻ. അപ്പൊ ഇത് 2-ഉം 3-ഉം എന്ന് തോന്നുന്നു. ഇനി ഇതിന്റെ 1 വാക്യം നേരട്ടോ, അത് നിങ്ങൾ കേൾക്കാൻ പറ്റൂല, നിങ്ങൾ കേൾക്കാൻ സഹിക്കില്ല. ഞാൻ കേട്ടല്ലോ. കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന്
പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഇവിടെ എൻ്റെ ചോദ്യം, ഈ പുത്രൻ ആരാ, പിതാവ് ആരാണെന്നുള്ളതാണ്. അപ്പോൾ തൻ്റെ മറുപടി കേട്ടല്ലോ. താൻ പറയുന്നത് പിതാവെന്ന് പറഞ്ഞാൽ വചനം കൊടുക്കുന്നയാൾ, പുത്രൻ എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവന്. അപ്പോൾ ആത്മാവിൻ്റെ അനുസൃതമായി നടക്കുന്നവരാണ് പുത്രന്മാർ. അത് റോമാലേഖനത്തിൽ നിന്നൊരു വാക്യമെടുത്താണ് താൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഇങ്ങനെയാണല്ലോ, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുകയും പിതാവിൻ്റെ വചനങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരെല്ലാം പുത്രന്മാരല്ലേ? അദ്ദേഹം പറഞ്ഞത് അതേന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ പുത്രന്മാർ എല്ലാവരും പിതാവിന് കീഴ്പ്പെട്ടിരിക്കുമെന്ന് പറയുമ്പോൾ അതിനു മുൻപ് ആ പുത്രനെ എന്തോ കീഴാക്കി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നില്ല. കേട്ടല്ലോ, മറുപടി പറയുന്നില്ല. അവിടെ താൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന എല്ലാം പുത്രന്മാരാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ വചനം മുതൽ വായിച്ചു വന്നാൽ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് അവസാനം രാജ്യത്തിൻ്റെ ഭരണം 1000 ആണ്ട് വാഴ്ചയിൽ യേശു ക്രിസ്തുവാണ് അവിടുത്തെ രാജാവ്. അറിയാമല്ലോ, അത് പ്രവാചകൻ യെശയ്യാവ് വിളിച്ചു പറഞ്ഞത് 9-ാം അധ്യായത്തിൻ്റെ 6 മുതൽ കിടപ്പുണ്ട്. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും. വീണ്ടും എല്ലാം കാണുന്നത് നമുക്ക് യെശയ്യായുടെ കുറ്റിയിൽ നിന്ന് മുളച്ചു വന്ന, അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യം ഇവിടെ പറയുമ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ ക്രിസ്തു വാഴുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് യെശയ്യാവ് 35-ലും പറയുന്നുണ്ട്, അന്ന് പുള്ളിപ്പുലിയും മാനും എല്ലാം ഒരുമിച്ച് വാഴുന്നൊരു കാലം, കൊച്ചുകുട്ടികൾ സർപ്പത്തിൻ്റെ പോതുങ്കൽ കൈയിടുന്നൊരു കാലം. പക്ഷേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ലോകരാജ്യത്വം കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും, കർത്താവായ ക്രിസ്തുവിനല്ല, കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും. ആരുടെ ക്രിസ്തു? അപ്പോൾ അവിടെ കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്ന പിതാവാണെന്നല്ല അറിയാമല്ലോ, യഹോവയാണെന്ന് അറിയാമല്ലോ. യഹോവയായ കർത്താവും അവൻ്റെ ക്രിസ്തുവിനും വ്യക്തമായല്ലോ. അപ്പോൾ 2 പേർക്കും ഇവിടെ ലോകരാജ്യത്വം ആകുമ്പോൾ 1000 ആണ്ട് വാഴുന്നത് യേശു ക്രിസ്തു ആയിരിക്കും. ആ വാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും തനിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ ഇതിന് താൻ ഉത്തരം പറഞ്ഞത്, ഇവിടെ പുത്രൻ കീഴ്പ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ ആർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു? പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. പിതാവ് തന്നെ പിതാവിന് കീഴ്പ്പെട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ പുത്രൻ എന്ന് പറയുന്നത് രണ്ട് ആളത്വമാണ് എന്ന് സമർത്ഥിക്കാനാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരെല്ലാം പുത്രന്മാരാണ്. ഉടനെ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, അത് കേട്ടു നോക്ക്. അടുത്തത് എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, പിതാവ് പറയാണ്, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞത്. ഇതിനകത്ത് ഈ പിതാവ് പുത്രനോടോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് ആരെയായിരിക്കും? ദൈവാത്മാവിനാൽ വഴി നടത്തപ്പെട്ട് ദൈവത്തിനനുസരിക്കുന്ന വ്യക്തി എന്നല്ലാണ്. അവർക്ക് എല്ലാവർക്കും സിംഹാസനം ഉണ്ട് അവിടെ അല്ലേ? സിംഹാസനം പുത്രനെന്നാണ് പറഞ്ഞത്. പുത്രനോടോ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ ദൈവാത്മാവിനാൽ വഴി നടത്തപ്പെടുന്ന പുത്രന്മാരുടെ കാര്യമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. അത് സിംഹാസനം ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. പുത്രന് സിംഹാസനം ഉണ്ടെന്നാണ്. ദൈവമേ നിനക്ക് എന്നാണോ? അത് ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാണ്? ഈ ദൈവാത്മാവിൽ വഴി നടത്തപ്പെടുന്ന എല്ലാവരെയും പിതാവാം ദൈവമേ എന്ന് വിളിക്കുമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇനി അങ്ങനെയാണെന്ന് ഞാൻ സമ്മതിച്ചതാ നിങ്ങൾ ഒട്ടും അംഗീകരിക്കില്ല. മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 3:21-22 വായിച്ചാൽ, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ ഇരുത്താൻ വരം നൽകും. നിങ്ങളുടെ ഉത്തരം ക്ലിയറാ, അതെനിക്ക് മനസ്സിലായി. ജയിക്കുന്നവനെല്ലാം ദൈവപുത്രന്മാരാണ്. പക്ഷെ ആ ദൈവപുത്രനെ പിതാവാം ദൈവമേ എന്ന് വിളിക്കുമെന്ന് എന്റെ ചോദ്യം. എന്ന് നിങ്ങൾ ചോദിച്ചില്ല, ഞാനിപ്പോ ചോദിക്കുക. അങ്ങനെ ചോദിച്ചേ. അതാ ചോദിച്ചേ. ഈ പിതാവ് വിളിക്കുകയാണ് പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം. അപ്പൊ ഈ പിതാവാം ദൈവം, യഹോവയാം ദൈവം വചനം ആത്മാവിൽ പഠിച്ച് വചനപ്രകാരം ജീവിക്കുന്ന ആത്മാവിനാൽ നടത്തപ്പെടുന്ന എല്ലാവരെയും ദൈവമേ എന്നാണ് വിളിക്കുന്നത്.
ദേവന്മാരെന്ന് വിളിച്ചിരുന്നില്ലയോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. ദേവന്മാരെ ആരായിട്ടാണ് കാണുന്നത്? ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങളുടെ ഉത്തരം വ്യക്തമായി. ഒന്നും കൂടെ പറയാം, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നെ തിരുത്തണം. അതായത് ദൈവാത്മാവിൽ വഴി നടത്തപ്പെടുന്ന എല്ലാവരെയും യഹോവ ദൈവമേ എന്ന് വിളിക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്, ശരിയല്ലേ? ദേവന്മാരെന്ന് വിളിക്കും എന്നാണ്, അതാണ് ശരി. ഇവിടെ ദൈവമേ എന്ന് നിങ്ങൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്റെ വായിൽ നിന്ന് വരുന്നതിനെ എവിടെയോ കേൾപ്പിക്കാനും സംസാരിക്കാനുള്ള വെമ്പൽ കൊണ്ടാണ്. നിങ്ങൾ തുടക്കം മുതലേ നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ നിരൂപണങ്ങൾ, നിങ്ങളുടെ ഉദ്ദേശവും ശരിയല്ല. ചില ശരിയായ സത്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് അതിനെ മാറ്റി വെച്ചിട്ട് വിമർശനാത്മകമായി നിങ്ങൾ വേറെ പറയും. അതുകൊണ്ട് ചില സത്യങ്ങൾ ഞാൻ നിങ്ങൾ പറയുന്നത്, മരണത്തിന് മുമ്പ് നിങ്ങൾ ചിലത് അറിയണം. അതിനാണ് ദൈവം. എന്റെ നിരൂപണം എന്തുമാകട്ടെ, പക്ഷെ എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്റെ സംശയങ്ങൾ, നിങ്ങൾ എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തരുന്നുണ്ട്, മറുപടി തരുന്നുണ്ട്. പറ്റും. പക്ഷേ എനിക്ക് നിങ്ങൾ ഇപ്പൊ ആയിരിക്കുന്ന തല ഏതെന്ന് എനിക്കറിയാം. കാര്യം ഞാൻ അവിടെ കഴിഞ്ഞ് വന്നു. അതുകൊണ്ട് പറയാണ്, അന്ന് ഞാൻ ഇതെല്ലാം 2 3 തരത്തിലുള്ള, ഇനി വ്യക്തമായിട്ടുള്ള വചനം ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ മറ്റൊരു കാര്യസ്ഥനെ അയക്കും. കണ്ടോ, 3 വരില്ലേ? ഞാൻ അടുത്തു, ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരികയില്ല. കണ്ടോ, പരിശുദ്ധാത്മാവ് അത് ഞാൻ പിതാവിനോട് വാങ്ങും. കണ്ടോ, എന്നെ അയച്ചവൻ. അപ്പൊ ഇത് 2 3 എന്ന് ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത്, പിതാവ് പറയാണ് പുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പുത്രൻ ആരാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് തന്നെ മറുപടി പറയുന്നു. പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിക്കുന്നവർ. അപ്പോൾ ദൈവവചനം അനുസരിക്കുന്നവരെല്ലാം പുത്രന്മാരാണോ? അതെ. അങ്ങനെയാണെങ്കിൽ ആ പുത്രന്മാരെ പിതാവാൻ ദൈവം ദൈവമേ എന്ന് വിളിക്കുമോ? അതിന് മറുപടി പറഞ്ഞു കേട്ടായിരുന്നോ? നിങ്ങൾ ദേവന്മാരെന്ന് വിളിക്കപ്പെടും. ഓക്കെ, ദേവന്മാരെന്ന് വിളിക്കുന്നത് ആരാ? മനുഷ്യരല്ലേ വിളിക്കുന്നത്. നിങ്ങൾ അവരെ ദേവന്മാരെന്ന് വിളിക്കും, നിങ്ങൾ വിളിക്കും, മനുഷ്യർ വിളിക്കും. പക്ഷെ അത് മനുഷ്യരവരെ വിളിച്ചെന്ന് കരുതി പിതാവാം ദൈവം അവരെ ദൈവമെന്ന് വിളിക്കുമോ? ദേവന്മാരെന്ന് വിളിക്കുമോ? എളുപ്പത്തിന് ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ അപ്പനുണ്ട്, ഒരു മകനുണ്ട്, ആ മകൻ്റെ അനുജനുണ്ട്. അനുജൻ മൂത്തവനെ ചേട്ടാന്ന് വിളിക്കും, അപ്പൻ ചേട്ടാന്ന് വിളിക്കുമല്ലോ, അല്ലേ? എൻ്റെ അപ്പം പറയാ, ഏറ്റവും ഇളവനോട് പറയാ, നീ അവനെ ചേട്ടൻ എന്ന് വിളിക്കും. അതിൻ്റെ അർത്ഥം അപ്പൻ വിളിക്കുന്നതാണോ? മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ലളിതമായ ഉദാഹരണങ്ങളൊക്കെ ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയേണ്ടത്, നിങ്ങൾ അവരെ ദേവന്മാരെന്ന് വിളിക്കും. കാരണം നിങ്ങൾ വിളിച്ചോ. ഇത് തന്നെയാണ് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, മോശയെ ഫറവോന് ദൈവമാക്കി വെച്ചു. ആയത് ദൈവം എലോഹിം തന്നെ പറഞ്ഞിരിക്കുന്നത്, അത് ഫറവോൻ്റെ മുമ്പിലാണ് എന്ന് വിചാരിച്ച് ദൈവം മോശയെ ദൈവമെന്ന് വിളിക്കുമോ? എലോഹിം എന്ന് വിളിക്കുമോ? വിളിക്കത്തില്ല. അപ്പോൾ ആശയം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇവിടെ പോൾരാജ് എന്ന് പറയുന്ന സഹോദരൻ പറയുന്നത് ആത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവമക്കളാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഒരു മറുപടിയൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അവരെ ദേവന്മാരെന്ന് വിളിക്കുമെന്ന് കരുതി പിതാവാം ദൈവം ഒരുവനെ ദൈവമേ എന്ന് വിളിക്കുമോ? അപ്പോൾ വളരെ വ്യക്തമാണ്. ഇവിടെ 2 കാര്യമാണ് ഈ ഒരൊറ്റ എബ്രായർക്കെഴുതിയ ലേഖനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ 2 കാര്യമാണ് വ്യക്തമാകുന്നത്. ഒന്ന്, യഹോവ തന്നെയല്ല യേശു. കാരണം പിതാവ് പുത്രനെ വിളിക്കുകയാണ്, നിന്റെ സിംഹാസനം. നമ്മുടെ സിംഹാസനമല്ല, നിന്റെ സിംഹാസനം. അതേതാണ് ആ സിംഹാസനം? മത്തായി സുവിശേഷത്തിൽ വരുമ്പോൾ പറയുന്നത്, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പം ഞാൻ തന്നെ വേറൊരു വ്യക്തിയായിട്ട് അഭിനയത്തിൽ വന്നാൽ ഹൃദയവും അധികാരമൊക്കെ ചിന്താ വിചാരങ്ങളും വികാരങ്ങളും അധികാരങ്ങളും എല്ലാം ഒന്ന് തന്നെയല്ലേയോ? അവിടെ ഒരു വ്യക്തിത്വമല്ലേ മാറുന്നുള്ളൂ. ഞാനിപ്പോൾ മറ്റൊരാളുടെ വേഷത്തിൽ വന്നാൽ ഇവർ പറയുന്നത് യഹോവ വേഷം മാറി യേശുവായിട്ട് വന്നെന്നാണ് പറയുന്നത്. എങ്കിലും യഹോവയുടെ അധികാരം മാറുന്നില്ലല്ലോ. അതിന് നമുക്ക് 2 കാര്യം പറയാം. ഒന്ന്, 2ാമത്തെ വരവിനെക്കുറിച്ച്, യേശുവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് പിതാവിനല്ലാതെ പുത്രന് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമല്ലേ ആ വിഷയത്തിൽ പുത്രൻ അല്പം താണവനും പിതാവ് അല്പം ഉയർന്നവനുമാണെന്ന്. അത് പിതാവ് പുത്രൻ എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോഴാണ് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ പറയും പോലെയാണെങ്കിൽ അത് യഹോവയ്ക്ക് ചില സമയത്ത് അറിയാം എന്ന് പറഞ്ഞാൽ യഹോവയായിരിക്കുമ്പോൾ അറിയാം, ചില സമയത്ത് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പുത്രനായിരിക്കുമ്പോൾ അറിയത്തില്ല എന്ന് നമ്മൾ പഠിക്കേണ്ടി വരില്ലേ സഹോദരങ്ങളെ?
ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നില്ല, കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല എന്നറിയാൻ പാടില്ലേ. ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാ, ബൈബിൾ കോളേജിൽ ചെന്നാൽ വചനമല്ല പഠിപ്പിക്കുന്നത്, വചനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ വ്യത്യാസം എന്താണെന്ന് അല്പം നേരം ആലോചിച്ചാൽ മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് കേട്ടപ്പോഴേ മനസ്സിലായി. അപ്പോൾ ഇവിടെ പിതാവ് പുത്രനെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ 2 പോയിന്റ് എന്ന് പറഞ്ഞ് 1, 2 2ആണ്. നിന്റെ സിംഹാസനം എൻ്റെ സിംഹാസനമല്ല, നമ്മുടെ സിംഹാസനമല്ല. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു പിതാവ് തൻ്റെ സിംഹാസനത്തിലിരിക്കുന്നത്. അത് 7:10 പിതാവ് തന്നെയാണ്, യഹോവ തന്നെയാണെന്ന് വളരെ വ്യക്തം. അപ്പോൾ കുഞ്ഞാടവിടെ മാറി നിൽക്കുക, കുഞ്ഞാടവിടെ മാറി നിൽക്കുക ആ സമയത്ത്. അപ്പോൾ ഇവിടെ സിംഹാസനം ആരുടെയാ? പിതാവിൻ്റെ. എന്നാൽ എബ്രായർ 1:8 വരുമ്പോൾ പുത്രനോടോ നിന്റെ സിംഹാസനം. കാരണം ന്യായവിധി പിതാവ് ചെയ്യാതെ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ 2 ആളായല്ലോ അല്ലേ? പിതാവ് ചെയ്യുന്നില്ല, പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. വെളിപ്പാട് 20 വരുമ്പോൾ ആ ന്യായാസനത്തിൽ ഇരിക്കുന്ന ഒരുവൻ യേശുവാണ്. കാരണം ന്യായവിധി ആര് ചെയ്യുന്നില്ല? പിതാവ് ചെയ്യുന്നില്ല, അത് പുത്രൻ തന്നെ ചെയ്യുമ്പോൾ ആ ന്യായാസനത്തിൻ്റെ ആ സിംഹാസനത്തിലിരിക്കുന്ന പുത്രനാണ്. ആ സിംഹാസനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അത് എന്നേക്കും ഉള്ളതാണെന്ന് എന്ന് പറഞ്ഞാൽ 33.5 വർഷത്തേക്ക് ഇങ്ങോട്ട് മനുഷ്യനായി വന്നില്ലേ, എന്നാലും സിംഹാസനം മാറ്റിയിട്ടില്ല എന്ന്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ പദവി എന്നറിയാമോ? അത് പിതാവ് വിളിച്ചത് ദൈവമേ എന്നാണ്. പിതാവ് ആ സിംഹാസനത്തിലിരിക്കുന്ന പുത്രനെ വിളിച്ചത് ദൈവമേ എന്നാണ്. പിതാവ് ഒരുവനെ ദൈവമേ എന്ന് വിളിക്കണമെങ്കിൽ അവൻ ആരായിരിക്കണം? ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയട്ടെ. വീട്ടിലെ അപ്പൻ തൻ്റെ പുത്രനെ മകനെ എന്ന് വിളിച്ചു. മകൻ തിരിച്ച് അപ്പനെ അപ്പ എന്ന് വിളിച്ചു, അല്ലെ പപ്പയെന്ന് വിളിച്ചു, ഡാഡി എന്ന് വിളിച്ചു. എന്നാൽ ആ ഡാഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ അപ്പനായിരിക്കുന്നവൻ ഒരുവനെ അപ്പ എന്ന് വിളിക്കണമെങ്കിൽ ആ വിളിച്ചയാൾക്ക് മകൻ്റെ സ്ഥാനമാണോ ഉള്ളത്? അപ്പൻ ബാക്കിയുള്ളവരെല്ലാം പേര് വിളിച്ച് ഇടാപാടാന്നൊക്കെ വിളിച്ചു. പക്ഷെ അപ്പൻ വേറൊരുത്തനെ ബഹുമാനത്തോടു കൂടി വിളിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ തനിക്ക് തുല്യമായിരിക്കണം, അല്ലെങ്കിൽ തനിക്ക് മുകളിലായിരിക്കണം. പക്ഷെ ഇവിടെ പിതാവിന് മുകളിലല്ല, പിതാവിന് തുല്യമാണ്. അധികാരത്തിലും സ്ഥാനത്തിലും എല്ലാത്തിലും പിതാവിന് തുല്യനാണ്. ആര്? ദൈവപുത്രനായ യേശു. ജഡപ്രകാരം മനുഷ്യനായി വന്ന യേശുവല്ല, ദൈവപുത്രനായ യേശു ക്രിസ്തു. മനസ്സിലായല്ലോ? അതാണ് ആ ഫിലിപ്പിയറിൽ പറഞ്ഞ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ വളരെ ആ ഭാഗം ക്ലിയറായി. പിന്നെ ഇദ്ദേഹം യഹോവ തന്നെയാണ് യേശു എന്ന് സമർത്ഥിക്കുവാൻ താൻ ഉന്നയിച്ച ആശയം കേട്ടണം. അതായത് യെശയ്യാപ്രവചനത്തിൽ പറയുന്നുണ്ട്, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. ഇതിന്റെ ഒന്നെന്നുള്ള വാക്യം കേട്ടോ, അത് നിങ്ങൾ കേൾക്കാൻ പറ്റൂല, നിങ്ങൾ കേൾക്കാൻ സഹിക്കില്ല. ഞാൻ പറഞ്ഞുതരാം. യഹോവ തന്നെ വന്ന് നിങ്ങളെ രക്ഷിക്കും, അവൻ തന്നെ ദൈവം. അപ്പൊ ദൈവമാണ് വന്ന് ഇനി ഒന്നെന്നുള്ളതാണ്. ഇത് ദൈവമക്കൾക്കുള്ളത്. നിങ്ങളെ 2, 3 എടുക്കാനുള്ളതും ബൈബിളിനകത്തുണ്ട്, ഒന്നെന്നുള്ളതുണ്ട്. അപ്പൊ യഹോവ തന്നെ വരും എന്ന് പറഞ്ഞു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അടുത്ത് പറഞ്ഞു, നാം അവനെയല്ലോ കാത്തിരിക്കുന്നത്. അപ്പൊ യഹോവ വരുന്നതിന് മുമ്പ് വഴി ഒരുക്കാൻ ഒരുവനെ കൂടെ അയക്കുമെന്ന് പറഞ്ഞു. അവന് യോഹന്നാൻ യെശയ്യാപ്രവചനം 40-ലാണ്. അപ്പൊ സ്റ്റെപ്പായിട്ട് ഇവിടെ അല്പം അവിടെ അല്പം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒന്നെന്നുള്ള വാക്യം എടുക്കുന്നു, നിങ്ങൾ കേൾക്കാൻ പോലും ഹൃദയം വെമ്പ്. അതിനിടയിൽ വേറെ എന്തെങ്കിലും ചോദ്യം വരും, എങ്കിലും അല്പം ക്ഷമിക്കും. ഓക്കെ, നിങ്ങൾ ആരാണെന്ന് വ്യക്തമായി മനസ്സിലായി ബ്രദറെ. ഈ ഫോണിൽ ഇടുക്കിയിൽ ഇവിടെ ഇരുന്നുകൊണ്ടല്ല, നിങ്ങൾ ആരാണ് ചോദ്യത്തിന് മറുപടി പറയാം സാർ. നിങ്ങൾ എന്നെ നിങ്ങൾ 2-നും 3-നും എടുക്കാനാണ് ഉദ്ദേശം. ഞാൻ വേണ്ട, നിങ്ങൾ വെപ്രാളപ്പെടല്ലേ, നിങ്ങൾ മറുപടി താ എനിക്ക്. നിങ്ങൾ പറഞ്ഞ വാക്ക്, ഹലോ, നിങ്ങൾ പറഞ്ഞ വാക്ക് മൂന്നാക്കുന്ന തരത്തിലുള്ള വചനമാണ് എന്നോട് ചോദിക്കുന്നത്. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു തരാം. നിങ്ങൾ ഇതിന് എന്റെ ചോദ്യത്തിന് മറുപടി അതല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതെന്നും സത്യം വേറൊന്നുണ്ട്, അതുകൂടെ മനസ്സിലാക്കണമെന്നോ കേൾക്കണമെന്നോ ആഗ്രഹം ഉണ്ടെങ്കിൽ ആണ് നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. ബ്രദറെ, ഞാൻ ചിലപ്പോ അതല്ല, നിങ്ങൾക്ക് ഞാൻ എല്ലാം 3 കാണിച്ചുതരാം. നിങ്ങൾക്ക് അറിയാവുന്നതിൽ അധികം ഞാൻ അങ്ങോട്ട് വചനം തരാം. 3 പറഞ്ഞോളൂ. നിങ്ങളുടെ കാര്യത്തിന് വിട്ടുതരാം. നിങ്ങൾ ഇപ്പൊ പറഞ്ഞതനുസരിച്ച് യെശയ്യാപ്രവചനം 35-ാം അധ്യായത്തിൽ ഞാൻ വായിക്കുകയാണത്. അതായത് 3 മുതൽ, തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ കാലുകളെ ഉറപ്പിപ്പിൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവവും പ്രതികാരവും
ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. ഇത് ആരാ വരുന്നേ? ഹലോ, ആരെന്ന് വായിച്ചു ബ്രദറോടെ അല്ല നിങ്ങൾ ഞാനൊരു സംശയം, നിങ്ങളാണല്ലോ ഈ വാക്യം എടുത്തിട്ട്, അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് സംശയത്തിന്റെ ആവശ്യമില്ല. ആ വാക്യത്തിൽ വ്യക്തം ഒന്നുകൂടെ ഒന്ന് വായിക്കും. അല്ല, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. ഇത് ആരാണ് ഈ അവൻ? അത് തൊട്ട് താഴത്തെ വരിയുടെ വായിക്കും. അവന്റെ നാമം എന്തോന്ന്? നിങ്ങൾ പറ ബ്രദറെ, ഞാൻ വായിക്കും സഹോദര, തൊട്ട് താഴത്തെ വായിക്കാനല്ലേ പറഞ്ഞു. ഓക്കെ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുന്നില്ല. മഴയൊക്കെ വിട്ടോ? എന്തോ ഇനി ആ വാക്യം ഞാൻ വായിച്ചു തരണോ? അവൻ വന്നാൽ രക്ഷിക്കുമെന്ന് പറയുവിൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുന്നുമില്ല. ഇതിന്റെ ഒരു ഇണവചനം ഉണ്ടോ അറിയാമോ? യെശയ്യാപ്രവാചകൻ 25:9 വായിക്കും. അവിടെ നിങ്ങൾക്ക് പിടി കിട്ടും അതാരാണെന്ന്. ചോദിക്കണ്ട, ഞാൻ പറഞ്ഞ യെശയ്യാപ്രവാചകൻ 25:9 വായിക്കും. 25:9. എന്നാൽ ഇതാ നമ്മുടെ ദൈവം, അവനത്രേ നാം കാത്തിരിക്കുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ. അപ്പൊ ഈ വരുന്നവൻ ആരാണ്? രക്ഷിക്കുന്നവൻ ആരാണ്? യഹോവയാണ്. ഇവിടെ 3 ആൻസർ പറയുന്നുണ്ട്. ദൈവമാണെന്ന് പറയുന്നു, യഹോവ എന്ന് പറയുന്നു, അവൻ വന്ന് രക്ഷിക്കുമെന്ന് പറയുന്നു. ഈ അവൻ എന്നും പറഞ്ഞിട്ട് അവൻ രക്ഷിക്കുമെന്നും പറയുന്നുണ്ട്. ഈ രക്ഷിതാവ് ഇവിടെ ദൈവമാണ് വരുന്നതെന്നും അവന്റെ പേര് യഹോവയാണെന്നും അവൻ രക്ഷിതാവാണെന്നും പറയുന്നതിന്റെ ഇണവചനമാണല്ലോ യെശയ്യാപ്രവാചകൻ 43:11 എടുത്ത് നോക്കും. അല്ല, ഇപ്പൊ വ്യക്തമായി യഹോവ തന്നെയാണെന്ന് വ്യക്തമായി. നിങ്ങൾക്കൊന്നും വ്യക്തമായില്ല. നിങ്ങൾ ഇനി 3 ആക്കുന്നതിന് അടുത്തോണ്ട് പോകും. ഞാൻ തന്നെ മറ്റൊരു രക്ഷിതാവുമില്ല, ഞാൻ യഹോവ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു രക്ഷിതാവുമില്ല. അപ്പൊ രക്ഷിക്കാൻ വരുന്നവൻ അവൻ എന്ന് പറഞ്ഞിട്ടും വരുന്നവൻ യഹോവ തന്നെ, അവൻ ദൈവം തന്നെ, അവൻ രക്ഷിതാവാണ്, അത് യഹോവയാണ് എന്ന വാക്യമാണ് ഞാൻ തന്നത്. നിങ്ങൾക്ക് ഇതിനെ രണ്ടാമത്തവനാക്കണം, യേശു വേറെ ആക്കണം. നിങ്ങൾ ഇച്ചിരി പക്വതപരമായിട്ട് സംസാരിക്കുക. നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഇല്ലെന്ന് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോഴേ മനസ്സിലായല്ലോ സഹോദര. നോക്കൂ, റോമർ 10:14 നിങ്ങൾ പറഞ്ഞ മറുപടി വ്യക്തമായി. യഹോവ തന്നെയാണ് വരുന്നത്, ഞാൻ സമ്മതിച്ചു. പിന്നെ എന്തിനാ നിങ്ങൾ വീണ്ടും വലിച്ചു നീട്ടുന്നേ? യഹോവയാണ് വന്ന് രക്ഷിക്കുന്നത്. ഇതൊക്കെ ഹൃദയം കാണുന്നതാണ്. നിങ്ങൾ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ യഹോവ വന്നോ രക്ഷിച്ചോ? യഹോവ വന്നോ രക്ഷിച്ചോ? ഈ ചോദ്യം മുമ്പ് ചോദിച്ചാണ്. മറുപടി പറ. വന്നെങ്കിൽ വന്നു പറ, ഇല്ലെങ്കിൽ നിങ്ങൾ വന്നെങ്കിൽ വന്നെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. യഹോവ വന്നു. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ 8ാമത്തെ വാക്യം വായിക്കുകയാണ്. അവൻ അടുത്ത് വായിക്കുകയാണ്, അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും, ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല, അവൻ അവരോട് കൂടെ ഇരിക്കും. ഇത് ഏത് സ്ഥലത്തിന്റെ കാര്യമാണ് പറഞ്ഞത്? പെരുവഴിയുടെ കാര്യം പറഞ്ഞത് ഏത് സ്ഥലത്തെയാണ്? വിശുദ്ധ വഴി എന്ന് പറയുന്നത് അവൻ വന്ന് രക്ഷിച്ചപ്പോൾ ആയ കാര്യമാണ് ഈ പറയുന്നത്. യെശയ്യാപ്രവാചകനിലാണോ ആയത്? മത്തായി മുതലാണോ ആയത്? ഇവിടെ എഴുതിയിരിക്കുന്ന ഇവിടെ എഴുതിയിരിക്കുന്ന അവൻ വന്ന് രക്ഷിച്ചപ്പോഴുള്ള കാര്യമാണ് പറയുന്നതെന്ന് യെശയ്യാപ്രവാചകൻ യേശുക്രിസ്തു വരുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരുന്ന വാക്യം വായിച്ചിട്ട് നിങ്ങൾ പറയുന്നത് രക്ഷിച്ചപ്പോഴുള്ള കാര്യം. അങ്ങനെയല്ല, രക്ഷിക്കുമ്പോൾ ഉള്ള കാര്യം. നിങ്ങൾ ഒന്നു മുതൽ വായിക്കും. അവൻ വന്ന് രക്ഷിക്കും, രക്ഷിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ വിശുദ്ധ സ്ഥലത്ത് ഉണ്ടാകുന്ന രക്ഷിക്കും. പ്രവാചകൻ പറഞ്ഞു 250 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ യഹോവ ശരീരത്തിൽ മന്ദിരത്തിലേക്ക് വന്നത്. മക്കൾ ജനറേഷനുകളുണ്ട്. അവിടെ ഞാൻ ഇന്നലെ എടുത്തു വന്നു. ഈ ഇസ്രായേൽ ജനത്തിന്റെ മക്കൾ ആരാണ്? പിതാവാര്? മലാഖി 2:10. നമുക്ക് ഒരു പിതാവല്ലേ ഉള്ളൂ, അവൻ യഹോവ. അപ്പൊ പിതാവാണ് യഹോവ. മക്കൾ ഇസ്രായേൽ മക്കളാണെന്ന് ഇന്നലെ ഞാൻ വാക്യം തന്നു. മക്കളുടെ ഇടയിലേക്ക് ജഡശരീരത്തിൽ വന്നത് ഈ യഹോവ തന്നെ വന്നു. അതിൽ സമ്മതിച്ചു സഹോദര. യഹോവ വന്നു, ഞാൻ സമ്മതിക്കുന്നു, നിഷേധിക്കുന്നില്ലെന്നേ. ആ യഹോവ വന്ന് രക്ഷിക്കുമ്പോൾ ഈ വിശുദ്ധ സ്ഥലത്തുണ്ടാകുന്ന പ്രത്യേകത പറഞ്ഞേക്കുന്നത്, അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അത് ഉണ്ടായോ ഇല്ലയോ? നോക്കൂ, ഒരു വാക്യം മാത്രം പിടിച്ചോണ്ട് ചോദിക്കില്ല. എനിക്ക് യെശയ്യാപ്രവാചകൻ 40 പറയുന്നത് ഈ പെരുവഴി നിരപ്പാക്കുവാൻ ഒരുവൻ വരും, ഭാഗമായും വിവിധമായാണ് പറയുന്നത്. നിങ്ങൾ ഒരൊറ്റ വാക്യം എടുത്തിട്ട് അതിൽ തന്നെ ബൈബിൾ അത് നിരപ്പാക്കാൻ വരുന്നു. ഇത് വിശുദ്ധ വഴിയാകുന്നത്. ഒരു അശുദ്ധനും അതിൽ കൂടെ കടന്നു പോകില്ല. ഈ പെരുവഴി നിരപ്പാക്കുവാൻ ഉയർന്നത് താഴ്ന്നും ദുർഘടങ്ങൾ സമമായും വരുന്നതിന് അതിന് മറുപടി തരാൻ കഴിയുന്നില്ല സഹോദര. അതിന് മറുപടി തരാൻ കഴിയുന്നില്ല. പിന്നെ അവിടെ നിർത്തിയിട്ട് അല്ല, എന്നോട് നമ്മൾ രണ്ടും വ്യത്യസ്തമായ വിശ്വാസങ്ങളും പ്രത്യാശയിലും നിൽക്കുന്നവരാകുമ്പോ മറ്റൊരാളിനെ കേൾക്കാൻ നിങ്ങളൊരു ഇണവചനം പറയുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സിലായി. നിങ്ങൾ മറുപടി അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഉദ്ദേശം വേറെയാണ്.
നിങ്ങൾ പിടിച്ചിരിക്കുന്ന വചനത്തിൽ പ്രകാരം 3 ആക്കി കാണിക്കാനാണ്. ഞാൻ ഒരു പാതയും പെരുവഴിയും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഇണവചനം വേറെ ഉണ്ട്. അത് ആ പാതയും പെരുവഴിയും നിരപ്പാക്കുവാൻ യഹോവയ്ക്ക് മുമ്പായി ഒരുവനെ അയക്കുമെന്ന് പറഞ്ഞു. അവൻ ആരാണെന്ന് അവന്റെ സ്വഭാവം എന്തെന്ന് മലാഖി 3:1 മലാഖി 4:5-6 പറയുന്നുണ്ട്. അവൻ ഏലിയാവിന്റെ ആത്മാവോടും സ്വഭാവത്തോടും കൂടി ഉള്ളവനായിരിക്കുമെന്ന്. അതാണ് യഹോവയ്ക്ക് മുമ്പേ വരുന്ന ദൂതൻ എന്നും പറയുന്നു. ആ ദൂതൻ വന്നത് അത് യോഹന്നാൻ സ്നാപകനാണെന്നും യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിക്കുന്നത് യഹോവയാണെന്നും അവൻ മന്ദിരത്തിൽ വന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ശ്രമിക്കും സഹോദര. അത് വഴി നിരപ്പാക്കാൻ വന്നു. ഇവിടെ വിശുദ്ധ വഴി എന്ന് പേരാകുമെന്ന് പറയുന്നത്. യോഹന്നാൻ വന്നപ്പോൾ യെരുശലേമിന് വിശുദ്ധ വഴി എന്ന് പേരായോ? നിങ്ങൾ പറഞ്ഞനുസരിച്ച് നിങ്ങൾ ആദ്യം ചോദ്യം മനസ്സിലാക്കി ചുമ്മാ കിടന്ന് നിങ്ങൾ ദൈവവചനത്തിന് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് മനസ്സിലാക്കാനുള്ളവനല്ല. ആ വചനത്തെ വെച്ചിട്ട് അവിടെ വിമർശിക്കാനും നിങ്ങളെ ഈ ദൈവവചനത്തെ വികലമാക്കുവാൻ വേണ്ടി ദൈവം നിർത്തിയ വ്യക്തിയാണ്. അതാകട്ടെ, എന്നാലും നിങ്ങൾ ചോദ്യം തരാൻ ആകണമെങ്കിൽ ഈ പാപി അവിടുന്ന് മാനസാന്തരപ്പെട്ട് അവൻ വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് ഈ പാത വഴി, ഒരു വഴിയേ ഉള്ളൂ, അത് കർത്താവ് യേശു ക്രിസ്തു എന്ന വഴി, ഞാനാകുന്ന വഴി. ആ പാത വഴി ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ അവൻ പാപം മോചിക്കണം. പാപം മോചിക്കാൻ വന്നവൻ ശരീരത്തിൽ വന്നപ്പോ ഇത് വേറെ അത് വേറെ നിങ്ങളെ പോലെ പഠിപ്പിക്കുന്നവൻ എങ്ങനെ വിശുദ്ധനാകാൻ കഴിയും? പാപിയാണ്. ഞാൻ പഠിക്കുമല്ലേ. നിങ്ങൾ വിമർശിക്കുകയാണ്, നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം മുൻവിധിയോട് നിങ്ങളെ പറയുന്നത്. കാരണം ഞാൻ 3 ആക്കാൻ ശ്രമിക്കും. ഞാൻ 3 അല്ല, ഞാനിത് 12 ആക്കാനാണ് ശ്രമിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. നിങ്ങളുടെ സംശയമാണ് അത്. ഞാൻ സാത്താനുണ്ട്. നിങ്ങളെ പിതാവായ പിശാച് പോലും ദൈവം ഏകനെന്ന് വിശ്വസിക്കുമ്പോൾ പിതാവായ പിശാച് പോലും നിങ്ങൾ പിശാചിന്റെ പിതാവാണ്. പിതാവായ പിശാച് പോലും അതേതാ? നിങ്ങളുടെ പിതാവായ പിശാച് ഏതാ? അത് സംബന്ധിച്ചു നിങ്ങൾ പിതാവായ പിശാച് എന്ന് ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ. അതേതാ പിതാവായ പിശാച്? നിങ്ങളുടെ പിതാവാണ് പിശാച്. ഓക്കെ, അത് സമ്മതിച്ചു. കേട്ടില്ലല്ലേ? നിങ്ങളുടെ പിതാവായ പിശാച് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഒരു സംശയം ചോദിക്കട്ടെ. ഒരാളോട് വന്ന് ഞാൻ സംസാരിച്ചിട്ട് അല്ല, ഇത് കഴിഞ്ഞിട്ട് പോകുന്നല്ലേ സഹോദരൻ നല്ലത്? ഇത് കഴിഞ്ഞിട്ട് പോകുന്നല്ലേ നല്ലത്? നിങ്ങൾ ഉരുണ്ട് കളിക്കരുത്. നിങ്ങൾ രക്ഷപ്പെടാൻ. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. ഈ വിഷയത്തിൽ ലോകമെമ്പാടും അറിയുന്ന തൃത്വവിരോധിയായ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുന്നക്കൽ സാർ, അദ്ദേഹത്തിൻ്റെ ചില പഠിപ്പിക്കൽ വ്യാജമാണെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ 4-5 വീഡിയോ വേറിട്ട് ചിന്തകൾ എന്ന ഈ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്കത് കണ്ടുപിടിക്കാം, കേൾക്കാം. ദൈവകൃപയാൽ ഞാൻ എൻ്റെ അന്വേഷണത്തിൽ തൃത്വത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ട്, അതായത് മറ്റു ചോദ്യമൊന്നല്ല, പുന്നക്കൽ സാറിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ നിമിത്തമുള്ള ചോദ്യമോ, ഇതിന് മറുപടി തരാമെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വരികയാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ 1 വർഷം കഴിഞ്ഞു അവർക്കെന്നെ വേണ്ട. പിന്നെ കണ്ട ഒരു ഫലം തെറ്റാണെന്ന് എനിക്കറിയില്ല. സെബാസ്റ്റ്യൻ പുന്നക്കൽ സാർ ഇതുവരെയും തൃത്വത്തിൻ്റെ സംവാദത്തിന് വേണ്ടി ആരെയും വിളിച്ചിട്ടില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ സംവാദത്തിന് പോകുന്ന ആളല്ല. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് പുന്നക്കൽ സാർ ഏത് സമയത്തും ഒരു സംവാദത്തിന് വിളിച്ചാൽ, സ്നേഹ സംവാദത്തിന് ഞാൻ തയ്യാറാണ്. ഈ വിഷയത്തെക്കുറിച്ച് യഹോവ തന്നെയാണ് യേശു എന്ന് പറയുവാൻ, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നുള്ള ഈ ആശയം മുന്നോട്ട് വെച്ചയാളും ഈ സമീപകാലത്താകട്ടോ, പുരാതന കാലത്തേക്കും പോകുന്നില്ല, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുന്നക്കൽ സാറാണ്. അദ്ദേഹം ഒരു സംവാദത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ അതിന് ഞാൻ കൊടുത്ത വിശദീകരണവും തന്നോട് ഞാൻ ചോദിച്ച ചോദ്യങ്ങളും ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. അത് നിങ്ങൾ കേൾക്കുക. ദൈവവിശ്വാസിയായി പോകുന്നുള്ളത് മറ്റൊരു വശം. ഇനി ഡയറക്റ്റ് വാക്യമുണ്ടോ? യഹോവയായ ദൈവം അരുളി ചെയ്യുന്ന കാര്യം യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്, ഇതാ നിങ്ങളുടെ ദൈവം അവൻ, യഹോവയല്ലേ യെശയ്യാപ്രവാചകൻ അരുളി പറയുകയാണ്, ഇതാ നിങ്ങളുടെ ദൈവം അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. അവൻ ആരെങ്കിലും അയച്ചല്ല, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവിൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്മാർ സംസാരിക്കും, മരുഭൂമിയോ ഉദ്യാനമായി തീരും. ഓക്കെ, അപ്പോ ഈ വന്ന് രക്ഷിച്ച ആ അവൻ യേശുക്രിസ്തു അല്ലെന്ന് ഇനി പറയൂ? ഇതിലും വ്യക്തമായിട്ട് എവിടെയാ വാക്യം? രക്ഷകരായത് ക്രിസ്തുവാണ് എന്നാണ് പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഇനി യെശയ്യാപ്രവാചകൻ കൃത്യമായിട്ട് 63-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ അവൻ അവർക്ക് രക്ഷകനായി തീർന്നു. അപ്പൊ യേശുക്രിസ്തു എന്ന രക്ഷകനായി തീർന്നത്,
രക്ഷകനായി തീർന്നത് ആരാണ്? അവൻ ആര്? യഹോവയാണ് അവർക്ക് രക്ഷകനായി തീർന്നത്. അവൻ വന്ന് നമ്മളെ രക്ഷ. അപ്പോൾ യഹോവയായ ദൈവം തന്നെയാണ് യേശുക്രിസ്തു എന്ന് ബൈബിളിലുടനീളം വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ഈ കേട്ട ഭാഗത്ത് യഹോവ തന്നെയാണ് യേശുക്രിസ്തു എന്ന് സമർത്ഥിക്കുവാനായി താൻ ഉപയോഗിച്ച വാക്യം യെശയ്യാപ്രവചനം 35-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനമാണ്. അപ്പോൾ ഇവിടെ ഈ ബഹുമാന്യ സാർ പറയുന്നത് വന്നതാരാണ്, രക്ഷിച്ചതാരാണ്. പക്ഷേ നമ്മൾ വളരെ ഗൗരവമായി അതിൻ്റെ താഴോട്ടുള്ള ഭാഗം കൂടി ഒന്ന് വായിക്കണം. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാപ്രവചനം 35-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വചനങ്ങൾ വായിക്കാം. തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ കാലുകളെ ഉറപ്പിപ്പിൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്നു നിങ്ങളെ രക്ഷിക്കും എന്ന് പറവിൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമൻ്റെ നാവും ഉല്ലസിച്ചു ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്പൊയ്കയാകും, വരണ്ട നിലം നീരുറവുകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടക്കുന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല. അവൻ അവരോട് കൂടെയിരിക്കും. വഴി പോക്കർ ഭോഷന്മാർ പോലും വഴി തെറ്റിപ്പോകുകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസത്തോടുകൂടി സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. അവൻ വന്ന് രക്ഷിക്കുന്ന നാളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. യേശു ഇവിടെ രക്ഷിപ്പാൻ വന്നപ്പോൾ ചില കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്, ചില ചെകിടന്മാരുടെ ചെവി തുറന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് സകല കുരുടന്മാരുടെയും സകല ചെകിടന്മാരുടെയും സകല മുടന്തന്മാരുടെയും സൗഖ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശു വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചോ? തന്നെയല്ല, താഴോട്ട് വായിക്കുന്ന കാര്യങ്ങൾ യേശു വന്നപ്പോൾ സംഭവിച്ചോ? യെരുശലേം വിശുദ്ധമായി തീർന്നോ? അവിടെ ഒരശുദ്ധനും പ്രവേശിക്കാത്ത അവസ്ഥയിലാണോ അപ്പോൾ യെരുശലേമായിരിക്കുന്നത്? യെരുശലേമിൻ്റെ അവസ്ഥ നമുക്കിപ്പോൾ അറിയാമല്ലോ. അവിടെ നിത്യാനന്ദമാണോ ഇപ്പോഴുള്ളത്? സമാധാനമാണോ ഇപ്പോൾ അവർക്കുള്ളത്? സ്വസ്ഥത അവർക്കുണ്ടോ? പിന്നെ എന്താണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത് പോലെ അവൻ വന്നു രക്ഷിച്ചു, അത് യേശുവല്ലേ വന്നത്? അങ്ങനെയെങ്കിൽ അവൻ വന്ന് രക്ഷിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങളും അവിടെ ഉണ്ടാകണം. അതവിടെ ഉണ്ടായോ? അടുത്ത പറഞ്ഞത് ഒരു സിംഹവും അവിടെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ യെരുശലേം നിത്യ സ്വൈര്യത്തിലും സമാധാനത്തിലും ശാന്തിയിലുമായിരിക്കും. അവൻ വന്ന് രക്ഷിക്കുന്ന കാലത്ത് യേശു വന്നപ്പോൾ അതുണ്ടായോ? ഉണ്ടായില്ല. യേശു വന്നപ്പോൾ യെരുശലേമിനെ സംബന്ധിച്ചുള്ള അവിടെ സമാധാനമല്ല, വാളാണ് ഉണ്ടായത്. അതിൻ്റെയൊക്കെ വിശദീകരണം വേറെയാണ്, ഇതിലേക്ക് കൂട്ടിക്കുഴയ്ക്കുന്നില്ല. അടുത്ത് പറയുന്നു, വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. എവിടെ വീണ്ടെടുക്കപ്പെട്ടെ? യെരുശലേമിൽ വീണ്ടെടുക്കപ്പെട്ടോ? അവർ വീണ്ടെടുക്കപ്പെട്ടവരായി നടക്കുകയാണോ? ഈ സന്ദർഭത്തെ, അവൻ വരുന്ന കാലത്തെ ഒന്നും കൂടി സവിസ്താരമായി പറയുന്നത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിലാണ്. നമുക്കവിടെ ചില വാക്യങ്ങളൊന്ന് വായിക്കാം. അവൻ വന്ന് രക്ഷിക്കുന്ന കാലത്ത് നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടി കളിക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. സമയം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് നിങ്ങൾ ആ ഭാഗം എടുത്ത് വായിക്കാം. എന്നിട്ട് അതിൻ്റെ 11-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത്, 2-ാം പ്രാവശ്യം യഹോവ കൈനീട്ടും. ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാനായി യഹോവ 2-ാം പ്രാവശ്യം കൈനീട്ടും. അങ്ങനെയെങ്കിൽ 1-ാം പ്രാവശ്യം കൈ നീട്ടിയിട്ടുണ്ടെന്നാണല്ലോ എൻ്റെ അർത്ഥം. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം.
പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗം. ഞാൻ നിങ്ങളെ മിസ്രൈമ്യരുടെ ഊഴിവേലയിൽ നിന്നും ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ട് മഹാശിക്ഷാവധി കൊണ്ടും ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ദൈവത്തിൻ്റെ ജനം ഫറവോൻ്റെ അടിമത്തത്തിൻ്റെ കീഴിൽ ആയിരുന്നപ്പോൾ യഹോവ തൻ്റെ കരം നീട്ടി 1-ാം പ്രാവശ്യം അവിടുന്ന് രക്ഷിച്ചു, വീണ്ടെടുത്ത് കൊണ്ടുവന്നു. ഇത് യേശുവല്ലല്ലോ, അല്ല, ക്രിസ്തുവല്ല. പറയാം, പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് 14 ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോൾ യഹോവ അവർക്ക് മുൻപായി നടന്നു. 1 കൊരിന്ത്യർ 10:4 വരുമ്പോൾ ക്രിസ്തു അവരെ അനുഗമിക്കുന്ന പാറയായി പുറകിലുണ്ടായിരുന്നു. അപ്പോൾ വിടുവിച്ചു കൊണ്ടുപോരുന്നത് യഹോവയാണ്. യഹോവയുടെ ഭുജം നീട്ടി 1-ാമത്തെ വീണ്ടെടുപ്പ് നടന്നത് മിസ്രൈമിൽ നിന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 2-ാം പ്രാവശ്യവും യഹോവ വിടുവിക്കുന്നു. അതെവിടെ നിന്നറിയാമോ? ആ അധ്യായം നിങ്ങളൊന്ന് വായിക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ടാകും. പല ജാതിക്കാരുടെ ഇടയിൽ ചിതറപ്പെട്ട് കിടക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ ദൈവം 2-ാം പ്രാവശ്യം പിടിപ്പിച്ച് അവിടെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ യഹോവ വന്ന് അവരെ രക്ഷിച്ചിട്ട് അന്ന് അവിടെ ഉണ്ടാകുന്ന മാറ്റമാണ് യെശയ്യാവ് 11-ാം അധ്യായത്തിലും 35-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറയാം, ഇത് യഹോവ ഇനിയും വന്നിട്ടില്ല, അവരെ രക്ഷിപ്പാൻ വന്നിട്ടില്ല. വന്നത് യേശുവാണ്, അത് ജാതികളെ രക്ഷിപ്പാൻ വന്നതാ. എന്നാൽ യേശു ക്രിസ്തുവായത് യഹൂദന് അവൻ്റെ രാജ്യത്തിൻ്റെ ഒരു നീതിയുടെ രാജാവിനെ കുറിച്ച് യെശയ്യാവ് 11-ൽ പറയുന്നുണ്ടല്ലോ. ഇശായുടെ കുറ്റിയിൽ നിന്ന് മുളച്ചു വരുന്ന നീതിയുടെ രാജാവ്, ആ രാജാവായും 1 യോഹന്നാൻ 2:1 പറയുന്നത് പോലെയും എബ്രായർ 5:5 പറയുന്നത് പോലെയും മഹാപുരോഹിതനായി ദൈവമക്കൾക്കും ഇവിടെ അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് യഹോവ തന്നെയാണ്. അത് വന്നിട്ടില്ല. വന്നാൽ യെരുശലേം ഇന്ന് സ്വൈര്യമായിരിക്കും. അവിടെ സിംഹവും കാളയും പുള്ളിപ്പുലിയും മാനും എല്ലാം ഒരുമിച്ച് വാഴണം. ഒരു സിംഹം അവിടെ ഉണ്ടായിരിക്കരുതെന്ന്, അത് ആലങ്കാരിക ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ ഗർജിക്കുന്നവൻ ഒന്നും ഉണ്ടാകത്തില്ല. അവിടെ എല്ലാം വിനയമുള്ളവരായിരിക്കും. ഒരശുദ്ധനും യെരുശലേമിൽ കാലുകുത്തത്തില്ല. ഇതെല്ലാം സംഭവിച്ചു എങ്കിൽ ഞാൻ സമ്മതിക്കാം യഹോവ തന്നെ വന്നെന്ന്. ഇല്ല എങ്കിൽ ഇത് സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എങ്കിൽ യെശയ്യാ പ്രവചനം 35-ാം അധ്യായത്തിൻ്റെ 3-ാം വചനത്തിൽ അവൻ വന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിയും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോകുന്നതേയുള്ളൂ. അതുകൊണ്ട് പറയുന്നു, യഹോവയും യേശുവും രണ്ടാണ്. ഇനി ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ടല്ലോ, അവൻ വന്ന് രക്ഷിക്കുകയാണ്, ആരെയും അയച്ചില്ലെന്ന്. പക്ഷെ അയച്ചിട്ടാണെന്ന് വളരെ വ്യക്തമായി യേശു പല ആവർത്തി പറയുന്നു. ഒന്നുകിൽ യേശു പറയുന്ന കള്ളം, അല്ലെങ്കിൽ യേശു പറയുന്നു എന്നെ അയച്ചിട്ടേ വന്ന്, എന്നെ അയച്ച ഒരുവനുണ്ടെന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ട പോൾ രാജ സഹോദര, ഇത് തുടക്കം മാത്രമായിട്ടുള്ളൂ. താങ്കളുടെ ചില വീഡിയോ ലിങ്കുകൾ എൻ്റെ കിടപ്പുണ്ട്. എൻ്റെ ശ്രോതാക്കൾ പലരും എനിക്ക് അയച്ചു തന്നതാണ്. അതിലെ ഓരോന്നും താങ്കളെ ചാർട്ടിൽ ചൂണ്ടിക്കാണിച്ച് പഠിപ്പിക്കുന്ന ഓരോ ആശയങ്ങളും സത്യവചനത്തിൻ്റെ മുന്നിൽ എന്താണെന്ന് തുറന്നു കാണിച്ചുകൊണ്ട് ചില എപ്പിസോഡുകൾ വേറിട്ട ചിന്തയിൽ വരും. താങ്കൾ എന്നോട് പറഞ്ഞല്ലോ വേറെ ആരുടെയും വീഡിയോ കാണാറില്ലെന്ന് എന്നോട് പറഞ്ഞല്ലോ. അല്ല, പോരാ, താങ്കളിത് കാണണം, പഠിക്കണം. ഇനി അല്ല, ഞാൻ പഠിപ്പിക്കുന്നതാണ് തെറ്റ് എങ്കിൽ എൻ്റെ പ്രസ്താവനകൾ തെറ്റാണെന്ന് തെളിയിക്കാൻ തിരുവചനത്തിലെ വാക്യങ്ങളുമായി മുന്നോട്ട് വരാം. ആളുകളിത് പഠിക്കട്ടെ. ഇല്ല എങ്കിൽ സഹോദര, താങ്കളുടെ ഈ ഉപദേശം വചനത്തിൻ്റെ പിന്തുണയോടുകൂടി അടിസ്ഥാനമുള്ളതാണോ എന്ന് പുനർപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുക. വ്യാജം പഠിപ്പിച്ചു കൂട്ടല്ലേ. ധാരാളം തെളിവുകൾ കിടക്കുകയാണ്. താങ്കളോട് ഞാനൊന്ന് ചോദിച്ചല്ലോ. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത് അനന്തരം ഞാൻ ആരെ അയക്കുന്നുണ്ട്, ഇതാരാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ യഹോവയെ പറഞ്ഞത്. അടുത്ത വാക്ക്, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിച്ചു. ഇതാരാ നമുക്കെന്ന് പറയുന്നത് ആരെയൊക്കെയാണ്? എന്നാലും താങ്കൾ പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടോ പോൾരാജ് സഹോദര? അത് യഹോവ ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചിട്ട് തെറ്റിക്കാൻ വേണ്ടി അങ്ങനെ പറയുമെന്ന് ചോദിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ ആ ഫലമുള്ള വൃക്ഷം നട്ടതും
പാമ്പ് വരാൻ അനുവാദം കൊടുത്തതും ജനത്തെ തെറ്റിക്കാനല്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഒന്നോടെ ചിന്തിച്ചേ, ദൈവം അങ്ങനെ മനഃപൂർവ്വം തെറ്റിക്കാനായിട്ട് കൂടെ നിൽക്കുമോ? ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത ദൈവം തെറ്റിക്കാൻ നിൽക്കുമോ? അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പോൾ രാജ് സഹോദരൻ്റെ തീഷ്ണതയൊക്കെ കൊള്ളാം. സത്യവചനം അല്ല എങ്കിൽ അതൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ പോൾ സഹോദരൻ്റെ പഠിപ്പിക്കൽ എന്താണെന്ന് തിരുവചനത്തോടെ തുറന്നു കാണിക്കുന്ന എപ്പിസോഡുകൾ വേറിട്ട ചിന്തയിൽ തുടർന്നുണ്ടാകും. വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകാരമാകട്ടെ. നിങ്ങൾക്ക് സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. തിരുവചനം അതിന് മറുപടി തരും, ഉറപ്പായിട്ടും മറുപടി തരും. വീണ്ടും നമുക്ക് ഇതേ വിഷയത്തിൻ്റെ പുതിയ പഠനവുമായി കൂടി കാണാം. സർവശക്തനായ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.